ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളത് ഫ്രണ്ട് യോക്കിൽ പ്ലീറ്റ്സും അതേപോലെ രണ്ട് സൈഡ് പാനലും വരുന്ന ഒരു കുർത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും സെയിം ആയിട്ടാണ് ചെയ്യുന്നത്. ഞാനിതിപ്പോൾ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരച്ചെടുത്താൽ കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വരച്ച് കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കുർത്തിക്ക് 3 പാനലാണ് വരുന്നത്. 1, 2, 3. ഈ ഒരു പാനൽ സൈഡിൽ വരുന്ന 2 പാനലും ഷോൾഡർ മുതൽ താഴറ്റം വരെ ഒറ്റ പാനലായിട്ടാണ് വരുന്നത്. സെൻറ്ററിൽ വരുന്നത് ഇവിടം വരെ യോക്കും അതിന് താഴെ പ്ലീറ്റ്സ് വരുന്നതായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുള്ളത്. ഈ പ്ലീറ്റ്സ് വരുന്ന ഫാബ്രിക് മാത്രം പ്ലെയിൻ മെറ്റീരിയലാണ് ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ വരുന്ന ഈ 2 പാനലും അതേപോലെ യോക്കും സ്ലീവും ത്രെഡ് വർക്ക് വരുന്ന ഒരു മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. എംബ്രോയ്ഡറി മെറ്റീരിയലും പ്ലെയിൻ മെറ്റീരിയലാണ് എടുത്തത്. എംബ്രോയ്ഡറി മെറ്റീരിയൽ 5.25 മീറ്ററാണ് എടുത്തത്. അതേപോലെ പ്ലെയിൻ മെറ്റീരിയൽ 3.25 മീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ കുർത്തിക്ക് വേണ്ട ലൈനിങ് എടുത്തത് കോട്ടൺ ലൈനിങ് ആണ്. അതേപോലെ പാൻറ്റിന് 2 മീറ്റർ ക്രേപ്പിൻ്റെ ലൈനിങ്ങും കൂടി എടുത്തിട്ടുണ്ട്. ഈ എംബ്രോയ്ഡറി മെറ്റീരിയലിൽ നിന്നാണ് ഷോളും അതേപോലെ കുർത്തിക്ക് വേണ്ട 2 സൈഡ് പാനലും യോക്കും സ്ലീവും കൂടി കട്ട് ചെയ്തെടുക്കുന്നത്. പ്ലെയിൻ മെറ്റീരിയലിൽ നിന്ന് പാൻറ്റും കുർത്തീൻ്റെ സെൻറ്റർ പാനലും കൂടി കട്ട് ചെയ്തെടുക്കുന്നത് പ്ലെയിൻ മെറ്റീരിയലിൽ നിന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇനി 2.25 മീറ്റർ ഷോളിന് വേണ്ടി കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുണ്ട് കട്ടിങ് എങ്ങനെയെന്ന് നോക്കാം. ലൈനിങ്ങിനെ 4ആയിട്ട് മടക്കിയ ശേഷം മുകൾ ഭാഗത്ത് ഷോൾഡർ എത്രയാണോ ആ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കുക. ആം ഹോളും കൂടി മാർക്ക് ചെയ്തെടുക്കുക. ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ ചെസ്റ്റിൻ്റെ അളവും അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വേസ്റ്റ് ലൈനിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേസ്റ്റ് ലൈൻ വിഡ്ത്ത് എത്രയാണോ വരുന്നത് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഹിപ്പ് ലൈനിൻ്റെ ലെങ്ത്തും വിഡ്ത്തും കൂടി മാർക്ക് ചെയ്തെടുക്കുക. കുർത്തിയുടെ ലെങ്ത്ത് എത്രയാണോ വരുന്നത് അതിൽ നിന്ന് 1-2 ഇഞ്ച് കുറച്ചിട്ടാണ് ലൈനിങ്ങിൽ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതുവരെ മാർക്ക് ചെയ്തതൊക്കെ ഷേപ്പ് ചെയ്തെടുക്കുക. ലൈനിങ്ങിൻ്റെ അറ്റം വരെ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. ലാസ്റ്റ് ഭാഗത്ത് 2.5 ഇഞ്ച് മുകൾ ഭാഗത്തേക്ക് മാർക്ക് ചെയ്ത ശേഷം ഷേപ്പ് ചെയ്തെടുക്കുക. ആം ഹോളും കൂടി ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ ലൈനിങ്ങിൽ ഒരു മാർക്കിംഗ് കൂടി കൊടുക്കാനുണ്ട്. ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് 4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മുകൾ ഭാഗം മുതൽ താഴത്ത് വരെ ഇതേപോലെ 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഈ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള 4 ഇഞ്ച് കുർത്തിയുടെ ബാക്കിലേക്ക് ഇതേപോലെ മടക്കി കൊടുക്കുക. ഈ മടക്കിയത് നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി പിന്നും കൂടി കുത്തി കൊടുക്കുക. ഇനി കുർത്തിയുടെ സൈഡ് പാനൽ കട്ട് ചെയ്തെടുക്കുക. അതിനുവേണ്ടി എംബ്രോയ്ഡറി മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. മെറ്റീരിയൽ ഇതേപോലെ 4ആയി മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ 4 ഇഞ്ച് മടക്കിയെടുത്തിട്ടുള്ള ബാക്കിലേക്ക് മടക്കിയെടുത്തിട്ടുള്ള ലൈനിങ്ങും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ എംബ്രോയ്ഡറി മെറ്റീരിയലിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട ശേഷം വേണം ലൈനിങ് വെച്ച് കൊടുക്കാൻ. ഈ മെറ്റീരിയൽ 4ആയി മടക്കിയെടുത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം താഴെ ഭാഗം ഇതേപോലെ ലൈനിങ്ങും ഈ ഒരു എംബ്രോയ്ഡറി മെറ്റീരിയലും തമ്മിൽ ഇത്രയും ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഭാഗം ഈ ഒരു എംബ്രോയ്ഡറി മെറ്റീരിയലിൽ വേറൊരു പീസ് എടുത്ത ശേഷം അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. കുർത്തിയുടെ ലെങ്ത്ത് എത്രയാണോ വരുന്നത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുത്ത ശേഷം എംബ്രോയ്ഡറി മെറ്റീരിയലിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ലൈനിങ് വെച്ചുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ അതേ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. ലൈനിങ് നമ്മൾ മെയിൻ മെറ്റീരിയലിനേക്കാളും കുറച്ചിട്ടാണ് എടുക്കുന്നത്. ബാക്കിയൊക്കെ ലൈനിങ്ങിൻ്റെ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സൈഡ് പാനൽ 4 പീസാണ് ഉണ്ടാവുക. അപ്പോൾ 4 ഭാഗത്തേക്കും അതായത് ഫ്രണ്ടിൽ 2ഉം ബാക്കിൽ 2ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. മടക്ക് ഭാഗം നമ്മൾ ആ ഭാഗത്ത് വെച്ചുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് ഫോൾഡായിട്ടാണ് ഉണ്ടാവുക. ആ ഒരു ഭാഗം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് 4 പീസാക്കി മാറ്റാം. ഇതേപോലെയാണ് ഉണ്ടാവുക. 2 സൈഡിലേക്കും ഈ ഒരു എംബ്രോയ്ഡറി മെറ്റീരിയൽ ഉണ്ടാവും. അതേപോലെ സെൻറ്ററിൽ ഒരു യോക്കും അതിൻ്റെ താഴത്തായിട്ട് പ്ലീറ്റ്സും കൂടി വരും. ആ പ്ലീറ്റ്സ് ഇടുന്ന മെറ്റീരിയൽ പ്ലെയിൻ മെറ്റീരിയലാണ് ഞാൻ എടുക്കുന്നത്. ഇനി എംബ്രോയ്ഡറി മെറ്റീരിയൽ ബാക്കി വരുന്നത് ഫുൾ സ്ലീവിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലും അതേപോലെ യോക്കിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലും കൂടിയാണ്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ ആ ലെങ്ത്ത് മാർക്ക് ചെയ്ത ശേഷം സ്ലീവിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ള ക്ലോത്തിൽ നിന്ന് യോക്കും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ യോക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 11.5 ഇഞ്ചാണ്. 11.5 ഇഞ്ചിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൂടി കൂട്ടി 12.5 ഇഞ്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ വിഡ്ത്ത് എടുക്കുന്നത് 9 ഇഞ്ചാണ്. ഈ ഒരു 9 ഇഞ്ച്
വിഡ്ത്തും 12.5 ഇഞ്ച് ലെങ്ത്തും കൂടി എടുക്കുന്നത് ഫ്രണ്ടിലെ യോക്കിന് വേണ്ടി മാത്രമാണ്. ബാക്കിലെ യോക്കിന് വേണ്ടി എടുക്കുന്നത് 12.5 ഇഞ്ച് ലെങ്ത്തും അതേപോലെ 10 ഇഞ്ച് വിഡ്ത്താണ് എടുക്കുന്നത്. കാരണം ബാക്കിൽ ഒരു ബട്ടൺ വേണ്ടിയിട്ട് ഒരു പ്ലാക്കറ്റ് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 1/2 ഇഞ്ചും കൂട്ടിയിട്ടാണ് 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ടാണ് 10 ഇഞ്ച് എടുക്കുന്നത്. ഇനി ഈ യോക്കിൻ്റെ താഴെയായിട്ട് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടി പ്ലെയിൻ മെറ്റീരിയലും കൂടി എടുക്കുന്നുണ്ട്. പ്ലെയിൻ മെറ്റീരിയൽ ഈ ഒരു പ്ലീറ്റ്സ് ഇടാൻ വേണ്ടി മാത്രം ഫ്രണ്ടിലേക്ക് 1 മീറ്ററും അതേപോലെ ബാക്കിൽ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടി 1 മീറ്ററും കൂടി ടോട്ടൽ 2 മീറ്ററാണ് എടുത്തത്. ബാക്കി വരുന്നത് 1.25 മീറ്റർ വരുന്നത് പാൻറ്റിന് വേണ്ടിയിട്ടുള്ള ക്ലോത്താണ്. ഇനി പ്ലെയിൻ മെറ്റീരിയൽ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ലെങ്ത്ത് എടുക്കുമ്പോൾ യോക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ നമ്മൾ എടുത്തിട്ടുള്ളത്, നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 11.5 ഇഞ്ചാണ്. ആ ഒരു 11.5 ഇഞ്ച് നമ്മളെ ഫുൾ ലെങ്ത്തിൽ നിന്ന് കുറച്ചിട്ട് വേണം ഈ ഒരു പ്ലെയിൻ മെറ്റീരിയലിൽ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലാതെ ലെങ്ത്ത് മാത്രം മാർക്ക് ചെയ്ത് തയ്യൽ തുമ്പിൻ്റെ കാര്യം വിട്ടുപോകരുത്. തയ്യൽ തുമ്പ് നമ്മൾ യോക്കിൻ്റെ ഭാഗം 1/2 ഇഞ്ച് ഈ ഒരു പ്ലെയിൻ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്യാനും അതേപോലെ താഴെ മടക്കിയടിക്കാൻ 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ടാണ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് പറയുന്നത്. ഈ ഒരു പ്ലെയിൻ മെറ്റീരിയൽ ഇതേപോലെ ഈ ഒരു യോക്കിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. പ്ലെയിൻ മെറ്റീരിയൽ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു മെറ്റീരിയലിൻ്റെ വിഡ്ത്ത് വരുന്നത് 42 ഇഞ്ചാണ്. ഈ 42 ഇഞ്ച് മൊത്തത്തിൽ ഫ്രണ്ടിലെ പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിലുള്ള പ്ലീറ്റ്സിന് വേണ്ടിയിട്ടും 42 ഇഞ്ച് വിഡ്ത്തുള്ള ക്ലോത്ത് തന്നെയാണ് കൊടുക്കുന്നുള്ളത്. കൂടുതൽ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടി കൂടുതൽ മെറ്റീരിയൽ എടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി കൂടുന്നത്. ഇനി ഈ പ്ലെയിൻ മെറ്റീരിയൽ ബാക്കി വരുന്നത് 1.25 മീറ്ററാണ്. ഈ 1.25 മീറ്റർ വെച്ചിട്ടാണ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങൊന്നും ഞാനൊരു ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇനി സ്ലീവും കൂടി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് സ്ലീവിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ഒരു ലെങ്ത്തിലുള്ള ക്ലോത്ത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു ക്ലോത്താണിത്. ഇതിലേക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ആം ഹോളിൻ്റെ വിഡ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഒരു ലാസ്റ്റ് ഭാഗത്തുനിന്ന് 3.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത ശേഷം അതിലേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് ചെയ്ത ശേഷം സ്ലീവിൻ്റെ നമ്മളെ വിഡ്ത്ത് എത്രയാണോ താഴെ ഭാഗത്ത് വിഡ്ത്ത് എത്രയാണോ വരുന്നത് ആ വിഡ്ത്തും കൂടി മാർക്ക് ചെയ്ത് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത ശേഷം ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് സ്കെയിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുക. ഇനി അത് കട്ട് ചെയ്തെടുക്കുക. സ്ലീവിൻ്റെ ഫ്രണ്ട് സൈഡ് മാത്രമായിട്ട് കുഴിച്ച് വെട്ടുന്നുണ്ട്. ഷേപ്പ് ചെയ്തെടുത്ത ശേഷം കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ലൈനിങ്ങും കൂടി സ്ലീവിലേക്ക് കൊടുക്കുന്നുണ്ട്. ലൈനിങ് ഫുള്ളായിട്ട് കൊടുക്കുന്നില്ല, പകുതിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മെയിൻ മെറ്റീരിയൽ വെച്ചിട്ട് ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കുക. ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ യോക്കിൻ്റെ ഭാഗം വളരെ നേരിയതായിട്ടുള്ള ഒരു ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഈ പാൻറ്റിൻ്റെ ഈ പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ടല്ലോ ആ ഒരു മെറ്റീരിയലിൽ ബാക്കി വരുന്ന ക്ലോത്ത് വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ ഞാൻ എക്സ്ട്രാ ഒരു പീസും കൂടി കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്ട്രാ പീസ് വെച്ച് കൊടുക്കുന്നത്. ഇത് മൽച്ചന്തേരി ഫാബ്രിക്കാണ്. കുറച്ചും കൂടി തിന്നായിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. യോക്ക് പീസിൻ്റെ 4 ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഈ ഒരു പ്ലെയിൻ ക്ലോത്ത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ യോക്കിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക. ഇതിൽ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. നെക്ക് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ലൈനിങ് ഉള്ള കാര്യം മറന്നിട്ടാണ് ഞാനിത് ഇവിടെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഒരു എക്സ്ട്രാ പീസ് എടുത്തിട്ട് അതിലേക്ക് ക്യാൻവാസ് അയൺ ചെയ്തെടുത്ത ശേഷമാണ് ഞാൻ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലൈനിങ് ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ യോക്കിൻ്റെ നെക്ക് ഭാഗവും അതേപോലെ ലൈനിങ്ങിൻ്റെ നെക്ക് ഭാഗവും കൂടി ഫിനിഷ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകുന്നത്. വീണ്ടും ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. അങ്ങനെ യോക്കിൻ്റെ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഈ ഒരു പ്ലെയിൻ മെറ്റീരിയൽ ഞാൻ ആദ്യം തന്നെ പ്ലീറ്റ്സ് കൈകൊണ്ട് ഇട്ടെടുത്ത ശേഷം അതിലേക്ക് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ ഒരു പ്ലീറ്റ്സിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇനി ഈ പ്ലീറ്റ്സ് ഇട്ട മെറ്റീരിയലും അതേപോലെ യോക്കും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് ഭാഗത്തുള്ള യോക്കും അതേപോലെ പ്ലീറ്റ്സ് ഇടാനുള്ള പ്ലെയിൻ മെറ്റീരിയലും കൂടി അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്ക് ഭാഗത്തും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ബാക്ക് ഭാഗത്ത് ഞാൻ
പ്ലാക്കറ്റും കൂടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യോക്കിൽ ഫ്രണ്ട് ഭാഗത്തേക്കാളും എക്സ്ട്രാ 1 ഇഞ്ചും കൂടി വീതി എടുത്തിട്ടുള്ളത്. പ്ലാക്കറ്റ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ യോക്കിൻ്റെ സെൻറ്ററിലൂടെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെ രണ്ടാക്കി മാറ്റാം. ഇനി ഇതിലേക്ക് എക്സ്ട്രാ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. യോക്കിൻ്റെ ലെങ്ത്ത് എത്രയാണ്? ഇപ്പോൾ നമ്മൾ ഇവിടെ 12.5 വരുന്നത്. ആ ഒരു ലെങ്ത്തിലും വിഡ്ത്ത് 2.5-3 ഇഞ്ച് വിഡ്ത്ത് എടുക്കുക. അത്ര വരുന്ന ഒരു പീസ് എടുത്ത ശേഷം ഇതേപോലെ അറ്റാച്ച് ചെയ്ത് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫുള്ളായിട്ട് ഓപ്പൺ ആക്കി കൊടുക്കുന്നില്ല, കുറച്ച് ഭാഗം ക്ലോസ് ആക്കി കൊടുക്കുന്നതാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഓപ്പൺ ആയ ഭാഗത്ത് ഹുക്കും ബട്ടൺസാണ് കൊടുക്കുന്നത്. ഇനി ബാക്ക് പാർട്ടിൻ്റെ നെക്കും കൂടി ഫിനിഷ് ചെയ്തെടുക്കുക. ലൈനിങ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി ഈ ബാക്കിൽ വരുന്ന 2 പീസും കൂടി എടുക്കുക. 2 പീസ് വരുന്നത് നമ്മൾ സെൻറ്ററിൽ ഓപ്പൺ ആക്കിയതുകൊണ്ടാണ് 2 പീസ് എന്ന് പറയുന്നത്. അത് രണ്ടും ഇതേപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ചുകൊടുത്ത ശേഷം ഇതേപോലെ താഴെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ബാക്കിൻ്റെ പ്ലാക്കറ്റിൻ്റെ മുകളിലാണ് ഇതേപോലെ ഒരു പ്ലാക്കറ്റിൻ്റെ മുകളിൽ അടുത്ത പ്ലാക്കറ്റും കൂടി വെച്ചെടുത്തിട്ടാണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഈ പ്ലാക്കറ്റിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഇതിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക താഴത്തേക്ക്. അപ്പോൾ പകുതി മാത്രമാണ് നമ്മൾ ഇവിടെ ഓപ്പൺ കൊടുക്കുന്നത്, ബാക്കിയുള്ള ഭാഗം ക്ലോസ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇതും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ടല്ലോ, പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുള്ള പ്ലെയിൻ മെറ്റീരിയൽ, അത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുള്ള മെറ്റീരിയലിൻ്റെ നല്ല ഭാഗവും ഈ യോക്കിൻ്റെ നല്ല ഭാഗവും ഒരേ ലെവലിൽ വരുന്ന വിധത്തിൽ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അതായത് യോക്കിൻ്റെ നല്ല വശത്ത് പ്ലെയിൻ മെറ്റീരിയലിൻ്റെ പ്ലീറ്റ്സ് ഇട്ട മെറ്റീരിയലിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച ശേഷം വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ യോക്കിൻ്റെ വിഡ്ത്ത് എത്രയാണോ വരുന്നത് ആ ഒരു വിഡ്ത്തിൽ തന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതിൽ കൂടാനോ കുറയാനോ ആവാതെ അതേ വിഡ്ത്തിൽ തന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത ശേഷം അയൺ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ സൈഡ് പാനലും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബാക്ക് പാർട്ടാണ് എടുത്തിട്ടുള്ളത്. ബാക്ക് പാർട്ടിൻ്റെ ഷോൾഡർ ഭാഗത്തേക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ടുള്ള 4 പീസ് ഉണ്ടല്ലോ, സൈഡ് പാനലിൻ്റെ 4 പീസ്, അതിൽ നിന്ന് 2 പീസ് ഫ്രണ്ടിലേക്കും 2 പീസ് ബാക്കിലേക്കാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സൈഡ് പാനൽ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക് പാർട്ടിൻ്റെ ഒരു സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പാനലും കൂടി ലെഫ്റ്റ് സൈഡിൽ വരുന്ന പാനലും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക് പാർട്ടിൻ്റെ 2 സൈഡും കൂടി ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ടിലും ഇതേപോലെ ഫിനിഷ് ചെയ്തെടുക്കുക. 2 സൈഡും പാനൽ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ലൈനിങ്ങിൻ്റെ നെക്ക് ഭാഗമാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. എനിക്ക് ആദ്യം തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇത് ഇരട്ടിപ്പണിയായി. ലൈനിങ്ങിൻ്റെ നെക്ക് ഭാഗം ഇതുപോലെ 4 ഇഞ്ച് വിഡ്ത്തിൽ മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ലൈനിങ് ഫ്രണ്ട് നെക്കിലേക്ക് വെച്ച് കൊടുത്ത ശേഷം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ബാക്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലൈനിങ് ഇങ്ങനെ രണ്ടാമത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് അത്രയും ഒരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക് ഭാഗത്തിൻ്റെയും ഫ്രണ്ടിൻ്റെയും ഷോൾഡർ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെച്ച ശേഷം അതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്ലീവിന് വെച്ചിട്ടുള്ള ലൈനിങ്ങും കൂടി മടക്കി അടിച്ചു കൊടുക്കുക. അതേപോലെ സ്ലീവിൻ്റെ താഴെ ഭാഗത്തും കൂടി മടക്കി അടിച്ചു കൊടുക്കുക. ഇനി ഷോൾഡർ അറ്റാച്ച് ചെയ്ത ഭാഗത്തേക്ക് സ്ലീവ് വെച്ച് കൊടുത്ത ശേഷം ആം ഹോൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്ലീവ് ഫുള്ളായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഫ്രണ്ടും ബാക്കും കൂടി ഒരുമിച്ച് വെച്ച ശേഷം സൈഡും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ വീഡിയോ ഫുള്ളായിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, ഇപ്പോൾ തന്നെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിയിട്ടാണുള്ളത്. കുർത്തിയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ കാണുന്നതിനേക്കാളും നല്ലൊരു കളറാണ്. ഇതിലൊരു ലൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ കളറ് ആ ഒരു യഥാർത്ഥ കളർ കാണുന്നില്ല. ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത പോലെ തന്നെയാണ് ബാക്കിലും പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ബാക്കിൽ 3 പാനലായിട്ട് കൊടുത്തിട്ടല്ല ഉള്ളത്. സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഫ്രണ്ടിൽ പ്ലീറ്റ്സ് കൊടുത്ത ശേഷം ബാക്കിൽ 3 പാനലാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ കുറേ അധികം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി, ഈ ഒരു കുർത്തിക്ക് കൂടുതൽ ഭംഗി ഉണ്ടാകുന്നത്. നല്ലോണം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ അത്രയും ക്ലോത്ത് എടുക്കണം, എങ്കിലാണ് കൂടുതൽ ഭംഗിയുള്ളത്.
ഇതിൻ്റെ ബാക്ക് പാർട്ട് ഇതുപോലെയാണ് വരുന്നത്. നമ്മൾ പ്ലാക്കറ്റ് കൊടുത്ത ഭാഗം ഉണ്ടല്ലോ അവിടെ ഹുക്ക് കൊടുക്കുക, ഓപ്പൺ വരുന്ന ഭാഗത്ത് ഹുക്ക് കൊടുക്കുക. എന്നിട്ട് ഈ താഴറ്റം വരെ ഈ ഒരു യോക്കിൻ്റെ ഈ താഴറ്റം വരെ 4-5 ഷോ ബട്ടണും കൂടി വെച്ച് കൊടുക്കുക. ഷോ ബട്ടണും കൂടി വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. നമ്മൾ ഫ്രണ്ടിൽ കൊടുത്ത അതേ പ്ലീറ്റ്സ് തന്നെ ബാക്കിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാണാനും നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.